കോഴിക്കോട് ജില്ലയിലെ ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിലെ ജനപക്ഷം പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. എല്ലാവർക്കും സുസ്വാഗതം. ഗ്രാമങ്ങളിലേക്ക് മടങ്ങുക, ലോകത്തെ എന്നും ആവേശം കൊള്ളിച്ച മുദ്രാവാക്യം. ചിന്തകനായ റൂസോ ഈ മുദ്രാവാക്യത്തെ ഘോഷിച്ചു. മഹാകവി വേർഡ്സ്വർത്ത് ഇതിനെക്കുറിച്ച് പാടി. പക്ഷേ മഹാനായ നമ്മുടെ മഹാത്മാവ് ഗാന്ധിജി ഈ ആശയത്തെ ഉദ്ഘോഷിച്ചപ്പോഴാണ് നമുക്ക് അതിൻ്റെ വ്യാപ്തി മനസ്സിലായത്. സാംസ്കാരിക ഭൂമികയിലും സാമ്പത്തിക ഭൂമികയിലും സമത്വം ഉണ്ടാക്കാനുള്ള ഗാന്ധിജിയുടെ ദിവ്യായുധമായിരുന്നു ഗ്രാമങ്ങളിലേക്ക് മടക്കുക എന്ന മുദ്രാവാക്യം. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ്. പക്ഷേ ആ ഗ്രാമസ്വരാജ് ഇന്ത്യ സ്വതന്ത്രയായി ദശാബ്ദങ്ങളോളം നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഭരണഘടനയുടെ ഒരു മൂലയിൽ അത് ഒളിച്ചിരുന്നു. അതിനെ പൊടിതട്ടിയെടുക്കുന്നത് 73-74 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഈ ഭേദഗതി അധികാര വികേന്ദ്രീകരണത്തിൻ്റെതായിരുന്നു. 3 തട്ടിലുള്ള ഭരണം: കേന്ദ്രം, സംസ്ഥാനം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഈ 3 രീതിയിലാണ് അതിൻ്റെ ഭരണ നിർവഹണം നടക്കുക. കേരളത്തിൽ ഒരു സവിശേഷത, കേരളത്തിലെ ജനകീയാസൂത്രണം കഴിഞ്ഞ 3 പതിറ്റാണ്ടായി കേരളത്തിൽ സവിശേഷമായി നടന്ന ജനകീയാസൂത്രണം നമ്മുടെ സംസ്ഥാനത്ത് വരുത്തിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ ഇന്ന് എല്ലാവർക്കും പറയാനുള്ളത്. നമ്മൾ ചർച്ചയിലേക്ക് പോകുന്നു. ഈ ചർച്ചയിൽ LDFനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ സാരഥി ഷീബ മലയിൽ, ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ടുള്ള രമേശ് കിഴക്കേൽ UDFനെ പ്രതിദാനം ചെയ്യുന്നു. മാധവൻ ബോധി NDA പ്രതിദാനം ചെയ്യുന്നു. BJP കാരനാണ്. NDA മുന്നണി ആയിട്ടാണല്ലോ. ഓക്കെ BJPയെ പ്രതിദാനം ചെയ്യുന്നു. ആദ്യം നമ്മൾ ഷീബ മലയിലേക്ക് പോകുന്നു. ഒരു വാക്കിലുള്ള ഒരേ ഒരു ചോദ്യം: സംതൃപ്തയാണോ? ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. സംതൃപ്തയാണോ എന്ന ചോദ്യത്തിന് എന്തുകൊണ്ട്, സംതൃപ്തയാണെങ്കിൽ എന്തുകൊണ്ട്, അസംതൃപ്തി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, സംതൃപ്തി എങ്ങനെയെല്ലാം ഉണ്ടായി എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന തരത്തിൽ മറുപടി വരാൻ വേണ്ടി ബഹുമാനിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോട് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. 2020 ഡിസംബറിലാണ് അധികാരമേറ്റിട്ടുള്ളത്. ആ ഒരു സമയത്ത് നമ്മുടെ പഞ്ചായത്ത്, അതുപോലെ ലോകമൊന്നാകെ കോവിഡിൻ്റെ ഒരു വലയത്തിൽ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയമായിരുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ പഞ്ചായത്ത് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നല്ല രീതിയിൽ സംതൃപ്തയാണ്. കാരണം എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ കോവിഡുമായി ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഏറ്റവും നല്ല രീതിയിൽ സഹായം എത്തിക്കാനും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുവാനും സാധിച്ചിട്ടുണ്ട്. FLTC പ്രവർത്തനമായാലും, കോവിഡ് വീടുകളിൽ കഴിഞ്ഞിരുന്ന ഒറ്റപ്പെട്ടു പോയവർക്കായാലും, അതേപോലെ മരുന്നും ഭക്ഷണവും കിട്ടാത്ത രോഗികൾക്കായാലും എല്ലാവർക്കും എല്ലാ രീതിയിലും സഹായം എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ വാക്സിനുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്, നമ്മുടെ FHCയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഡോക്ടേഴ്സ്, അതുപോലെ സ്റ്റാഫ്, അതുപോലെ RRT വളണ്ടിയർമാർ, ആശാ വർക്കർമാർ, അങ്ങനെ എല്ലാവരും സമൂഹത്തിലെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പൊൽക്കാവിൽ ഒരു കേന്ദ്രം ആരംഭിക്കാനും അവിടെ അർഹതപ്പെട്ടവരെ നോക്കിക്കൊണ്ട് അന്ന് വന്നിട്ടുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തന്നെ വാക്സിൻ പൂർത്തീകരിക്കാനും ചെങ്ങോട്ടുകാവ് പഞ്ചായത്ത് സാരഥി എന്ന നിലയിൽ സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിന് ഒരിക്കലും സാധിച്ചിട്ടില്ലാത്ത നിലയിലേക്ക് കോഴിക്കോട് ജില്ലയിലും അതുപോലെ സംസ്ഥാനത്തും ഏറെ ശോഭിക്കാൻ ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൻ്റെ പേര് കോഴിക്കോട് ജില്ലയിലെ മറ്റു പഞ്ചായത്തുകൾക്ക് പോലും, തൊട്ടടുത്ത പഞ്ചായത്തുകൾക്കല്ലാതെ ചെങ്ങോട്ടുകാവ് എന്ന ഒരു പേര് മറ്റു ജില്ലകളിലെ ആളുകൾക്ക് അറിയില്ലായിരുന്നു. ആ ഒരു പേര് കോഴിക്കോട് ജില്ലയിൽ മുഴുവനും, അതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് 8ാം സ്ഥാനത്ത് എത്താനും നമ്മുടെ ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. അത് ഏറ്റവും മികച്ച ഒരു നേട്ടമായി തന്നെ കരുതുന്നു. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 4 വർഷത്തെ ഫണ്ട് ചെലവിനങ്ങളിൽ
ഒരു ചെങ്കോട്ടുകാവ് പഞ്ചായത്ത് ഇതുവരെ 60, 50, 56 അങ്ങനെ ശതമാനമായിരുന്നത് 100%, അതുപോലെ 96, 98% എത്തിക്കാൻ ചെങ്കോട്ടുകാവ് പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. ചെങ്കോട്ടുകാവ് പഞ്ചായത്തിലെ ഏറ്റവും പാവപ്പെട്ട ലൈഫ് ഗുണഭോക്താക്കൾക്ക് 275 പേർ അപേക്ഷയിലുണ്ടായിരുന്നതിൽ ഇന്ന് 207 പേർക്ക് നമുക്ക് എഗ്രിമെൻ്റ് പൂർത്തീകരിക്കാനും 129 പേരുടെ വീട് പൂർത്തീകരിക്കാനും സാധിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ വീട് വിവിധ ഘട്ടങ്ങളായി തുടരുന്നു. അതിൽ PMAY 41 പേർക്ക് അതിൽ നൽകാനും സാധിച്ചിട്ടുണ്ട്. അതേപോലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം ഇന്ന് നവംബർ 1 അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മുടെ പഞ്ചായത്ത് നേരത്തെ തന്നെ ഇതിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള അർഹതപ്പെട്ടവരെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിനും നമ്മുടെ പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തുകയും അതോടൊപ്പം മറ്റു ആളുകളുടെ സഹായത്തോടു കൂടിയും നമുക്കത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന അതിദരിദ്രരില്ലാത്ത പഞ്ചായത്താക്കി മാറ്റുവാൻ നമ്മുടെ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് പഞ്ചായത്തിലെ യുവാക്കളുടെയും അതുപോലെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്ന കളിസ്ഥലം 110 സെൻറ്റ് സ്ഥലം ചേലിയ വാങ്ങുന്നതിന് അതും തുച്ഛമായ വിലയ്ക്ക് 43,000 രൂപ ഒരു സെൻറ്റിന് നൽകിക്കൊണ്ട് ഒരു ഏക്കർ 10 സെൻറ്റ് സ്ഥലം ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ വാങ്ങുന്നതിന് ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ അതിന് മുൻകൈ എടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അതേപോലെ ആരോഗ്യരംഗത്ത് നമ്മുടെ PHC FSCയുടെ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിലാണ് ഭരണസമിതി എത്തിയിട്ടുള്ളത്. ആ FSCയെ നല്ല നിലവാരത്തിലേക്ക് ഉയർത്താനും അവിടെ ഒരു ഡോക്ടർ, ഒരു ഫാർമസിസ്റ്റ്, ഒരു ലാബ് അസിസ്റ്റൻ്റ് എന്നിവരെ നിയമിച്ചുകൊണ്ട് FSCയുടെ പ്രവർത്തനം സുഗമമായി നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് പെൻഷൻ, നമ്മുടെ പഞ്ചായത്തിലെ പെൻഷൻ വാങ്ങുന്ന ആളുകൾ സാധാരണ ഒരു പെൻഷൻ അപേക്ഷിച്ചാൽ 3, 4, 5, 6 മാസം കഴിയുമ്പോൾ പഞ്ചായത്ത് കയറി ഇറങ്ങേണ്ട ഒരു സ്ഥിതിയായിരുന്നു മുൻപ് ഉണ്ടായിരുന്നത്. അത് മാറ്റി ഈ മാസം പെൻഷൻ അപേക്ഷിച്ചാൽ 1-1.5 മാസം കൊണ്ട് ആ പെൻഷൻ പാസ്സാക്കി കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഭരണസമിതി മാറിയിട്ടുണ്ട്. അർഹതപ്പെട്ട മുഴുവൻ പേർക്കും പെൻഷൻ നൽകുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതേപോലെ നമുക്കറിയാം, നമ്മുടെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അംഗൻവാടികളിൽ പോഷകാഹാര വിതരണമായാലും മറ്റ് ബോധവൽക്കരണ ക്ലാസ്സുകളിലായാലും അതേപോലെ നമ്മുടെ അംഗൻവാടി കുട്ടികളുടെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസവും അതുപോലെ ആരോഗ്യ മേഖലയിലും വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തി മുഴുവൻ അംഗൻവാടികളെയും നമ്മുടെ പഞ്ചായത്തിലെ ബിൽഡിംഗ് ഉള്ള എല്ലാ അംഗൻവാടികളും 22 അംഗൻവാടികളെ ക്രേഡിൽ അംഗൻവാടികളാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3 അംഗൻവാടികൾക്ക് കെട്ടിടവും അതേപോലെ സ്ഥലം വാങ്ങുന്നതിന് സാധിച്ചിട്ടുണ്ട്. 2 അംഗൻവാടികളുടെ സ്ഥലം വാങ്ങാനുള്ള വിവിധ ഘട്ടങ്ങളിലാണ് ഇന്ന് പഞ്ചായത്ത്. മുഴുവൻ 27 അംഗൻവാടികളിൽ മുഴുവൻ അംഗൻവാടികൾക്കും സ്ഥലവും കെട്ടിടവും ഉണ്ടാക്കുക എന്നത് നമ്മുടെ ഒരു ലക്ഷ്യമായിരുന്നു. എങ്കിലും ആ ലക്ഷ്യത്തിനടുത്തെത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് തുടരും. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൽ എന്തുകൊണ്ട് സംതൃപ്തി ഉണ്ട് എന്ന് പ്രസിഡന്റ് നമ്മളോട് വ്യക്തമാക്കുകയായിരുന്നു. 5 വർഷത്തെ കാര്യങ്ങൾ 5 മിനിറ്റാണ് നമ്മൾ അനുവദിച്ചിട്ടുള്ളത്. 5 മിനിറ്റ് കൊണ്ട് പറയാവതല്ലോ. എന്നാലും വളരെ സംക്ഷിപ്തമായി വളരെ പോയിന്റ് സഹിതം അവർ പറഞ്ഞു. കോവിഡ് കാലം മുതൽക്ക് ലൈഫിൽ വീട് കൊടുത്തത് പദ്ധതി നിർവ്വഹണത്തിൽ സ്റ്റേറ്റിൽ, ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ 10-ൽ ഒന്നായി ചെങ്ങോട്ടുകാവ് വന്നതിനെ പറ്റി അവർ പറഞ്ഞു. അതിദരിദ്രരില്ലാത്ത പഞ്ചായത്തായി മാറുന്നതിനെ പറ്റി പറഞ്ഞു. കളിസ്ഥലത്തിന് ഇതുവരെ ചെങ്ങോട്ടുകാവിൽ സ്പോർട്സിനൊക്കെ വലിയ മുൻപിലുള്ള സ്ഥലമാണെങ്കിൽ പോലും കളിസ്ഥലം ഉണ്ടായിരുന്നില്ല. അതിന് സ്ഥലമെടുത്ത കാര്യങ്ങൾ പറഞ്ഞു. ഇനിയും അവർക്ക് തുടരാനുണ്ടാവും. അപ്പോൾ ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് വളരെയധികം സംതൃപ്തിയോടെ ഇറങ്ങിപ്പോവാൻ ഈ ഒരു കാര്യങ്ങൾ പോരെ എന്നാണ് UDFിൻ്റെ പ്രതിനിധിയായ ശ്രീ രമേശൻ കിഴക്കേലിനോട് നമുക്ക് ചോദിക്കാനുള്ളത്. അദ്ദേഹം പ്രതികരിക്കും. നേരത്തെ പ്രസിഡന്റിനോട് സംതൃപ്തയാണോ എന്ന് ചോദിച്ചപ്പോൾ പ്രസിഡന്റ് മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. പക്ഷെ മോഡറേറ്റർ അത് തിരുത്താൻ അവസരം കൊടുത്തു. അത് മോഡറേറ്ററുടെ ചുമതലയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. റഫറി ഗോളടിക്കുന്നതിന് സമമായി പോയി ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ. ഞങ്ങൾ തീരെ തൃപ്തരല്ല. ഈ പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറഞ്ഞാൽ
ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഇല്ല. ഞങ്ങളാരും തന്നെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തിന് എതിര് നിൽക്കുകയോ എല്ലാ നല്ല കാര്യങ്ങൾക്കും പഞ്ചായത്ത് പ്രസിഡന്റിനോടൊപ്പം നിൽക്കുകയും എന്നാൽ മോശമായി കാണുന്ന കാര്യങ്ങൾ ബോർഡ് യോഗങ്ങളിലൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാറുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ എതിർക്കുക എന്നുള്ളൊരു സമീപനമാണ് പ്രസിഡൻറ്റും ഒപ്പം നിൽക്കുന്ന മെമ്പർമാരും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കാര്യം. അപ്പം പ്രസിഡന്റ് ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കോവിഡ് കാലത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. കോവിഡ് എന്ന് പറഞ്ഞാൽ ചെങ്കോട്ട പഞ്ചായത്തിൽ മാത്രമുള്ളതല്ല, ലോകരാജ്യങ്ങളടക്കമുള്ളതാണ്. അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എല്ലാം തന്നെ അതിനു വേണ്ടി മെനക്കെടുപ്പെട്ടു എന്നല്ലാതെ ഈ ചെങ്കോട്ട പഞ്ചായത്തിൽ പ്രത്യേകമായി ഒന്നും തന്നെ ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല. പിന്നെ പ്രസിഡന്റ് പറഞ്ഞു ചെങ്കോട്ട പഞ്ചായത്ത് കോഴിക്കോടിൽ നിന്നപ്പുറം പേര് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരു വർഷം സംസ്ഥാനത്ത് ഫണ്ട് വിതരണത്തിൽ 8ാം സ്ഥാനത്ത് എത്തി എന്നൊക്കെ പറഞ്ഞു. അതിന് സത്യാവസ്ഥ എന്താണെന്ന് പരിശോധിക്കേണ്ട കാര്യമുണ്ട്. അത് ഏറ്റവും പിന്നിൽ പോയി എന്നുള്ളതാണ് പേരിനുണ്ടാക്കാനുള്ള കാരണം. കാരണം 23-24 കാലഘട്ടത്തിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് അവരുടെ സൈബർ വിങ്ങിനൊക്കെ തന്നെ വിവരം കൊടുക്കുകയും അവർ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇട്ട് പോയിരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള ഒരു കലാസമിതി ഇവർക്ക് അവാർഡ് വരെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ കാലത്താണ്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ആ കൊടുത്തിരിക്കുന്നത് 8ാം സ്ഥാനത്ത്, കേരളത്തിൽ ഫണ്ട് വിനിയോഗത്തിൽ 8ാം സ്ഥാനത്ത് എത്തിയെന്നാണ്. എന്നാൽ ഞങ്ങൾ എടുത്ത കണക്ക് പ്രകാരം അന്ന് ഞാൻ പറയുകയുണ്ടായി 73 പ്രൊജക്റ്റുകൾ ആ വർഷം സ്പിൽ ഓവറായിട്ടുള്ള പ്രൊജക്റ്റുകളാണ് 73 എണ്ണം. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ളതാണ്. ചെങ്കോട്ട പഞ്ചായത്തിൽ 73 പ്രൊജക്റ്റുകൾ സ്പിൽ ഓവർ ആകുക എന്നുള്ളത്. മാത്രവുമല്ല ആ ഒരു ഭരണസമിതി യോഗത്തിൽ ചെങ്കോട്ട പഞ്ചായത്തിൻ്റെ ഭരണസമിതി യോഗത്തിൻ്റെ മിനിറ്റ്സാണിത്. ഇതിൽ 2024 മെയ് 8ാം തീയതി നടന്നിട്ടുള്ള ബോർഡ് യോഗത്തിൽ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു കുറിപ്പാണിത് കാണുന്നത്. ഇതിനടിയിൽ ഒപ്പിട്ടിരിക്കുന്നത് ഈ പ്രസിഡന്റ് തന്നെയാണ്, MK ഷീബ എന്ന് പറഞ്ഞ പ്രസിഡന്റാണ് ഇതിനകത്ത് അടിയിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് എന്ന കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങൾ പറയാം. 23-24 വാർഷിക പദ്ധതി പ്രകാരം ട്രഷറി സമർപ്പിച്ച ബില്ലുകൾ മാറിക്കിട്ടാത്തത് സംബന്ധിച്ച് അതാണ് അജണ്ടയിൽ പറഞ്ഞിരിക്കുന്നു. ഞാൻ തീർത്ത് വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം, വേണമെങ്കിൽ ഞാൻ വാട്സപ്പ് ചെയ്തു തരാം. അതിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് ഫണ്ടുകൾ പെൻഡിങ് ആയി കാണുന്നു. സ്റ്റേറ്റിൽ ഫണ്ടുകൾ പെൻഡിങ് ആയി കാണുന്നു. പഞ്ചായത്തുകൾ ലിസ്റ്റ് ചെങ്കോട്ട ഗ്രാമപഞ്ചായത്ത് 8ാമതായാണ് കാണുന്നത്. അതായത് പെൻഡിങ് ആയി കാണുന്നതിൽ 8ാമത് പറഞ്ഞാൽ ഏറ്റവും പിന്നിൽ 8ാമത്. 941 പഞ്ചായത്തുകളിൽ പിന്നിൽ നിൽക്കുന്ന പഞ്ചായത്തുകളിൽ സ്പിൽ ഓവറിൽ 8ാം സ്ഥാനത്താണെന്ന് ഇത് പഞ്ചായത്ത് അടിച്ചു തന്ന രേഖയിലുള്ളതാണ്. ഇത് പഞ്ചായത്ത് അടിച്ചു തന്ന രേഖ 8ാമതാണ്. ഈ ബില്ല് മാറാത്തതിന് ട്രഷറിയാണ് കുറ്റം പറയുന്നത്. അതും അതിനടുത്ത വാചകം അതാണ്, ബില്ലുകൾ മാറിക്കിട്ടാത്തതിന് ട്രഷറി കാണിച്ച അലംഭാവം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും കൂടി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ അടിച്ചാൽ ഇത് രമേശൻ്റെതല്ല, ഇത് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കത്താണ്, ഞങ്ങൾക്ക് തന്ന രേഖാമൂലം തന്നിട്ടുള്ളതാണ്. മാത്രവുമല്ല ആ വർഷത്തെ ഇത് സൈറ്റിനെടുത്ത കണക്കാണ് 3,39,26,000 രൂപ സ്പിൽ ഓവറാണ്. അപ്പോൾ ഇതിനാണ് പിന്നിൽ 8ാം സ്ഥാനം കിട്ടിയപ്പോൾ 1ാം സ്ഥാനം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് കലക്കി ജനങ്ങളെ പറ്റിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാൻ തയ്യാറാണ്. ഇത് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഇത് പഞ്ചായത്ത് അടിച്ചു തന്ന കാര്യങ്ങളാണ്. തുടർന്ന് ഇനി പിന്നെ ഒന്ന് പറഞ്ഞിരിക്കുന്നത് അതിദരിദ്രരെ പറ്റിയാണ്, വാദോരാതെ പ്രസംഗിച്ച അതിദരിദ്രരെ പറ്റിയാണ്. അതിദരിദ്ര ലീസ്റ്റ് ഉണ്ടാക്കുമ്പോൾ 100ഓളം പേര് അതിദരിദ്ര ലീസ്റ്റപ്പെടുത്താനുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് തന്ന നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആശ്രയയിൽപ്പെട്ടവരാരും അതിദരിദ്ര ലിസ്റ്റിൽ വരണ്ട, അവർക്ക് ഭക്ഷണ കിറ്റുകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നാണ്. ആശ്രയയിൽ 84ഓളം പേർ ആശ്രയയിലുണ്ട്, അവർക്ക് ഭക്ഷണ കിറ്റ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് അവരെ പെടുത്തണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഈ 84 ആളെ സ്ഥിതി എന്താ? UDF ഭരണകാലത്ത് 84 പേർക്കും മാസാമാസം ഭക്ഷണ കിറ്റ് എത്തിക്കേണ്ടായിരുന്നു. ഈ കാലത്ത് എന്താ ചെയ്തത്? ഈ വർഷം ഏപ്രിൽ മാസം ഒരു കിറ്റ് കൊടുത്തു, സെപ്റ്റംബർ മാസം മറ്റൊരു കിറ്റ് കൊടുത്തു. ആകെ 2 കിറ്റാണ് കൊടുത്തത്. അപ്പോൾ ആശ്രയക്കാരെ പരിപൂർണമായി തഴയപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ 13 പേരെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് വേണ്ട സഹായമൊക്കെ കിട്ടിയിട്ടുണ്ടോ? അതുപോലെ ചിലരൊക്കെ വാർഡുകളിലുണ്ടല്ലോ. അതേസ്ഥാനത്ത് ഒരുപാട് ആൾക്കാരെ ഇതിൽ പെടുത്താനുണ്ടായിട്ട് അത് പെടുത്താതെ അതിദരിദ്ര ലീസ്റ്റ് 13ആക്കി ചുരുക്കിക്കൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എത്തിക്കാതെയാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിദരിദ്രം ഇവിടെ ഉണ്ടോ ഇല്ലോ എന്നുള്ളത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ പെൻഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. പെൻഷൻ മാസം പാസ്സാക്കുന്നു എന്നാണ് പറഞ്ഞത്. തുടക്കത്തിൽ 8 മാസം പെൻഷൻ പിന്നെ പാസ്സാക്കാതിരുന്ന സമയത്ത് ഞാനാണ് പഞ്ചായത്തിൽ പ്രശ്നമുണ്ടാക്കിയപ്പോഴാണ് പിന്നെ വിളിച്ചത്. മാത്രമല്ല UDF ഭരണകാലത്ത് എന്നാണോ പെൻഷൻ അപേക്ഷിച്ചത്
അന്ന് മുതൽക്ക് പെൻഷൻ അർഹതയുണ്ടായിരുന്നു. പെൻഷൻ അപേക്ഷിക്കുന്ന ദിവസം മുതൽക്ക് പെൻഷൻ അർഹതയുണ്ട്. എത്ര വൈകിയാലും ആ പെൻഷൻ കിട്ടും. എന്നാൽ ഇപ്പോൾ 2 മാസം കഴിഞ്ഞ് പെൻഷൻ പാസ്സാക്കുമ്പോൾ പെൻഷൻ പാസ്സാക്കിയ തീയതി, ബോർഡ് യോഗം നടന്ന തീയതി മുതൽക്ക് അല്ലെങ്കിൽ പെൻഷൻ അപ്ലോഡ് ചെയ്യുന്ന തീയതി മുതൽക്ക് മാത്രമേ പെൻഷൻ കൊടുക്കുന്നുള്ളൂ. അത്രയും കാലത്ത് ഒഴിവാക്കുന്നു. അത് മാത്രമല്ല, UDF ഭരണകാലത്ത് മരണപ്പെട്ടവർക്കൊക്കെ ആശ്രിതർക്ക് അതിൻ്റെ പെൻഷൻ കൊടുത്തിരുന്നു ബാക്കിയുള്ളത്. അപ്പോൾ ആശ്രിതർക്ക് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ സർക്കാർ തന്നെ പറഞ്ഞത് ഇത് ഔദാര്യാന്നാ, അവകാശമല്ല എന്നാ. അതാണ് ഇവർ കൊട്ടിഘോഷിക്കുന്ന ഒരു കാര്യങ്ങൾ. പിന്നെ അംഗൻവാടി 3 അംഗൻവാടിക്ക് കെട്ടിടമുണ്ടാക്കി എന്നുള്ളതാണ് പറഞ്ഞത്. 27 അംഗൻവാടിയിൽ ബാക്കിയുള്ള എല്ലാ അംഗൻവാടിക്കും ഈ 4 ടേം കൊണ്ട് UDF ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അന്ന് സ്ഥലം കിട്ടാത്ത 3 അംഗൻവാടിക്ക് കെട്ടിടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ആ സ്ഥലം കിട്ടിയവർക്ക് ഉണ്ടാക്കി കൊടുത്തു. ഇതൊരു അവകാശവാദമാക്കി എടുക്കേണ്ട ഒരു കാര്യമൊന്നും ഞാൻ കാണുന്നില്ല അക്കാര്യത്തിൽ. പിന്നെ കളിസ്ഥലം വാങ്ങിയാണ് പിന്നൊന്നും പറഞ്ഞത്. കളിസ്ഥലം വാങ്ങിയതിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചേലക്കാർക്ക് തന്നെ അറിയാമല്ലോ. കളിസ്ഥലം വാങ്ങിയത് സർക്കാർ നോംസ് അനുസരിച്ച് നിയമപ്രകാരമല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം. അത് കളിസ്ഥലത്തിന് യോജിച്ച സ്ഥലമല്ലെന്നും ഈ തീരുമാനത്തിൽ ഭൂരിപക്ഷ പിന്തുണ ഉണ്ടായിട്ടില്ലെന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ബോർഡിൽ പറയുകയും ബോർഡ് ഏറ്റെടുക്കാതെ ഭൂരിപക്ഷ പിന്തുണ ഇല്ലാതെ അത് പെട്ടെന്ന്, അതായത് കോടിക്കണക്കിന് രൂപ, അത് ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് വരുമ്പോൾ പറയാം, കോടിക്കണക്കിന് രൂപ നമുക്ക് വികസന പ്രവർത്തനത്തിന് കിട്ടേണ്ട ഫണ്ടുകൾ ലാപ്സാക്കിക്കൊണ്ട് ഈ കളിസ്ഥലം വാങ്ങിയത് നിങ്ങൾ കൊടുത്ത നികുതി പണം ഉപയോഗിച്ചിട്ടാണ്. ഞാൻ കണക്കുകൾ പിന്നെ മറ്റവസരത്തിൽ പറയാം. 4 കോടിയോളം രൂപ നമുക്ക് വികസന ഫണ്ടുകളും അല്ലാതെയുമായിട്ടുള്ള വിവിധ ഫണ്ടുകൾ നഷ്ടം വരുത്തിയ ഒരു ഭരണസമിതിയാണ് ഈ ഭരണസമിതി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. കാരണം ഞാനും ഭരണസമിതിയിലെ ആളാണ്. 4 കോടിയോളം രൂപ, അതിൻ്റെ കണക്ക് ഞാൻ ഇവർ നിഷേധിച്ചാൽ ഞാൻ കണക്ക് ഓരോന്നോരോന്ന് പറയാൻ തയ്യാറാണ്. 4 കോടിയിലധികം രൂപ നമുക്ക് കിട്ടേണ്ട പണങ്ങൾ ലാപ്സാക്കിക്കൊണ്ടാണ് ഈ തനത് ഫണ്ട് ഉപയോഗിച്ച് 50 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് ഈ കളിസ്ഥലം വാങ്ങിയിരിക്കുന്നത്. അത് കളിസ്ഥലത്തിന് യോജിച്ചതല്ല. അതിൽ നിന്നൊരു ഫുട്ബോൾ അടിച്ചാൽ ആ ബോൾ എടുക്കണമെങ്കിൽ പുഴയിൽ പോകേണ്ടി വരും. അത് നേരെ പുഴയിലാണ് ചെന്നെത്തുക. അതുകൊണ്ട് തന്നെ അതൊന്നും പറയാനില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. കാരണം ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഞങ്ങൾ ഇതിൽ ഭരണപക്ഷം പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്കല്ല, എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ അവരോടൊപ്പം നിന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ ഇന്ന് LDF വികസന മുന്നോട്ടൊക്കെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ എന്ത് കണ്ടിട്ടാണെന്ന് മനസ്സിലാകുന്നില്ല. കാരണം കെടുകാര്യസ്ഥതയുടെ 5 വർഷമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞു പോയെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് UDF ഭരണകാലത്ത്, ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിൽ UDF ഭരണകാലത്ത് ഉണ്ടാക്കിയ റോഡുകളൊക്കെ തന്നെ ഇന്ന് കുളമായിരിക്കുന്നു. ഈ 5 വർഷം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഫണ്ടും പുതിയ റോഡുകൾക്ക് നീക്കി വെച്ചിട്ടില്ല. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പറഞ്ഞത് റോഡുകളല്ല വികസനം എന്നാണ്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കുളമാണ് വികസനമെന്ന്. റോഡ് കുളമാക്കലാണ് വികസനമെന്ന് മനസ്സിലായത് അന്ന് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഞങ്ങളിത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു എന്താണ്. അപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ ബോധ്യപ്പെട്ടു റോഡുകൾ കുളമാക്കലാണ് വികസനമെന്ന്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളരെ സംക്ഷിപ്തമായി കഴിഞ്ഞ 5 വർഷത്തെ നേട്ടങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെ ഡ്രോബാക്സ് ആണ് രമേശൻ കിഴക്കയിൽ ഇവിടെ അവതരിപ്പിച്ചത്. അതിനെ കൗണ്ടർ ചെയ്യാനുള്ള അവസരമുണ്ടാവും. അതിനു മുമ്പ് നമ്മൾ ബഹുമാനായ മാധവൻ ബോധിയിലേക്ക് പോവുകയാണ്. മിസ്റ്റർ മാധവൻ, കഴിഞ്ഞ 5 വർഷത്തെ BJPയുടെ 2 അംഗങ്ങൾ ഗ്രാമപഞ്ചായത്തിലുണ്ടായിരുന്നു. അവരുടെ പ്രവർത്തനങ്ങളിൽ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ താങ്കൾ സംതൃപ്തനാണോ? ഭരണസമിതിയുമായി അവർക്ക് നന്നായി യോജിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവർക്ക് അവരുടെ വാർഡുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മൊത്തത്തിൽ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ സ്വാഗതാർഹമായിരുന്നോ? ഭരണസമിതിയുടെ ഭരണം സ്വാഗതാർഹമായിരുന്നില്ല. ഒരുപാട് സാധ്യതകളുണ്ടായിട്ടും അതൊക്കെ തന്നെ തൃണവൽഗണിച്ചുകൊണ്ട് തന്നിഷ്ടം നടപ്പിലാക്കുന്ന ഒരു പഞ്ചായത്തായിരുന്നു ചെങ്ങോട്ടുകാവ് പഞ്ചായത്ത് എന്ന് പറയുന്നതിൽ വിഷമമുണ്ട്. കാരണം ഒരുപാട് സാധ്യത ഒന്ന് ഞാൻ സൂചിപ്പിച്ചത്, പല റോഡുകളും ഗ്രാമീണ റോഡുകൾ അവിടെ സൂചിപ്പിച്ചു. ഈ കുട്ടിയുടെ അപ്പി കണ്ടാൽ അറിയാം ഇല്ലത്തെ പുഷ്ടി എന്ന് ഒരു പഴമൊഴിയുണ്ട്. ഏതാണ്ട് അതുപോലെയാണ് നമ്മുടെ റോഡുകളുടെ അവസ്ഥ. ഇപ്പോൾ MP ഫണ്ട് ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 2-5 വാർഡുകളിൽ സുതാര്യമായ റോഡ് വികസനം നടന്നിട്ടുണ്ട്. ആ MP ഫണ്ട് ഉപയോഗപ്പെടുത്തുന്നതിൽ രാഷ്ട്രീയ വൈരാഗ്യം വെച്ചുകൊണ്ടാണോ എന്നറിയില്ല, ചെങ്ങോട്ടുകാവ് പഞ്ചായത്ത് അലസത കാണിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ രാഷ്ട്രീയ വിരോധമായിരിക്കാം. മൊത്തം പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ ഇന്ന് ഇപ്പോൾ കച്ചേരിപ്പാറ റോഡായാലും ശരി, MM ഹോസ്പിറ്റൽ റോഡായാലും ശരി, കീരന്തോട് റോഡായാലും ശരി, റോഡാണോ കുളമാണോ എന്നുള്ളത്
സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെയെന്ന് പറയുമ്പോൾ ഇവിടെ കോവിഡ് കാലത്ത് അത് നേരത്തെ സൂചിപ്പിച്ചു, ലോകം മുഴുവൻ വാക്സിനേഷൻ നടത്തിയത് ഇന്ത്യയാണ്. അതിൻ്റെ കൂട്ടത്തിൽ വളണ്ടിയർ സംഘടനകൾ, സാമൂഹ്യ സംഘടനകൾ, ക്ലബ്ബുകൾ, വനിതാ സംഘങ്ങളൊക്കെ തന്നെ കോവിഡിൻ്റെ വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗം ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിന് സാമൂഹ്യ സംഘടനകളിൽ നിന്ന് കിട്ടിയ ഒരു പ്രോത്സാഹനം പഞ്ചായത്തിൻ്റെ പേരിൽ അവകാശപ്പെടുക എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ പരസ്പരം അവാർഡ് കൊടുക്കുന്ന ഭരണസമിതിയാണ്. 8ാം റാങ്ക് കൊടുത്ത് പിന്നോക്കാവസ്ഥയ്ക്ക് കൊടുത്ത 8ാം റാങ്കിനെ പറ്റി കൂടുതലൂടെ സംസാരിക്കേണ്ട, അതിനെ സംസാരിച്ച് കഴിഞ്ഞു. പരസ്പര അവാർഡ് കൊടുക്കലാണ് ഇവരുടെ മെയിൻ പണി. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. നാട്ടുകാർക്കറിയാം, ഈ പഞ്ചായത്തിൻ്റെ വികസനം നാട്ടുകാരാണ് അനുഭവിക്കേണ്ടത്. ഒരു മര്യാദയ്ക്ക് വണ്ടിയിലോ ഓട്ടോയിലോ 2 വീലറിലോ 3 വീലറിലോ പോകാൻ കഴിയാത്തൊരു പഞ്ചായത്തിൽ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വികസനം എന്താണെന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. പിന്നെ ആരോഗ്യ മേഖലയിലാണെങ്കിൽ ഇപ്പോൾ ഹെൽത്ത് സെൻ്ററിനെ പറ്റി പറയുണ്ടായി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഓരോ ഹെൽത്ത് സെൻ്ററിനും അനുവദിച്ചിട്ടുണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ചാണ് ഹെൽത്ത് സെൻ്ററുകളുടെ വികസനം നടന്നത്. ഒരു മോഡി വിഭാവനം ചെയ്ത ആരോഗ്യ മേഖല, ഇപ്പോൾ ജനൌഷധി പോലുള്ള മേഖലകളൊക്കെ തന്നെ വില കുറച്ച് മരുന്ന് കൊടുക്കുന്നുണ്ട്. അത്തരൊരു ആരോഗ്യ മേഖല വിഭാവനം ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഡിസ്പെൻസറികളൊക്കെ നന്നാക്കാൻ 70% ഫണ്ട് കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ മാത്രം ഈ അംഗനവാടിയുടെ കാര്യം പറയുകയാണ്. അംഗനവാടിയിൽ ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജീവിക്കാനുള്ള വകുപ്പില്ലാതെ. ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിലെ അംഗനവാടി ജീവനക്കാരടക്കം പ്രാരാബ്ധത്തിൻ്റെയും പട്ടിണിയിലെയും നടുവിൽ ജീവിതം തള്ളി നീക്കുമ്പോൾ ഇവിടെ ആഘോഷിക്കുകയാണ് പഞ്ചായത്ത് 8ാം സ്ഥാനത്തിലേക്ക് എത്തി. വളരെ സങ്കടകരമായ ഒരവസ്ഥയാണിത്. പിന്നെ ദാരിദ്ര്യ നിർമ്മാണത്തിൻ്റെ കാര്യം പറയുന്നത്, അതിദാരിദ്ര്യരായ 13ഓളം ആളുകളുടെ കാര്യം ഇവിടെ പറയണ്ടായി. തൈക്കണ്ടിത്താഴെ കല്യാണി എന്ന് പറഞ്ഞ അതിദരിദ്ര കുടുംബമുണ്ട്. 2 കുട്ടികൾ സുഖമില്ല, വളരെ കഷ്ടപ്പാട്, ജീവിക്കാൻ തൊഴിലില്ല, തൊഴിലെടുക്കാൻ പറ്റിയ ആരുമില്ല. വൃദ്ധയായ അമ്മയും മകളുമൊക്കെ അവിടെ ഉള്ളത്. അവിടെ സാമൂഹ്യ സംഘടനകൾ ഇടപെട്ടുകൊണ്ടാണ് ഒരു വീട് അവിടെ ഉണ്ടാക്കി കൊടുത്തത്. ആ പ്രദേശത്തെ നാട്ടുകാരുടെ ഔദാര്യം കൊണ്ടാണ് കല്യാണിക്കൊരു വീട് അവിടെ ഉണ്ടാക്കി കൊടുത്തത്. അതും പഞ്ചായത്തിൻ്റെ കണക്കിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ ഒട്ടനവധി വീടുകൾ സാമൂഹ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു കൊടുത്തതൊക്കെ പഞ്ചായത്ത് ഏറ്റെടുക്കുക. ഇപ്പോൾ തൊഴിലിൻ്റെ കാര്യം പറയണ്ടായി. ഇപ്പോൾ തൊഴിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബോച്ച അനുവദിച്ച ഒരു ടീ ഷാപ്പുണ്ട് മാർക്കറ്റിൻ്റെ മുക്കിൽ ചെങ്ങോട്ടുകാവിൽ. കടലപ്പീടയുണ്ട്, പച്ചക്കറി പീടയുണ്ട്. അതൊക്കെ എണ്ണിക്കൊണ്ടാണ് പഞ്ചായത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നത് എന്ന ദയനീയമായ ഒരവസ്ഥ കൂടി ഉണ്ട്. ഏതെങ്കിലും ഒരു ഡിമാൻഡ് പഞ്ചായത്തിൽ ഏറ്റെടുക്കണം. 3 വ്യവസായങ്ങളെങ്കിലും നിർബന്ധമായും 5 കൊല്ലം കൊണ്ടുവരാത്ത ഒരു പഞ്ചായത്തും ഭരണസമിതിയും അംഗീകരിച്ചു കൊടുക്കരുത് എന്നൊരു നിബന്ധന വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും പഞ്ചായത്ത് ഓഫീസുകൾ പൂട്ടിപ്പോണ്ടി വരും. വികസനമല്ല അവരുടെ ലക്ഷ്യം, ഭരണമാണ്. കഴിയുന്നത്ര അതിലൂടെ എന്ത് നേടിയെടുക്കാൻ കഴിയും എന്നാണ്. ഇപ്പോൾ കച്ചേരിപ്പാറയിലെ മാലിന്യ പ്ലാന്റ് അടക്കത്തിൻ്റെ പ്രശ്നമുണ്ട്. മാലിന്യ പ്രശ്നം ഇതുവരെ പരിഹരിച്ചിട്ടില്ല. അത് ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിൻ്റെ നേട്ടമാണോ എന്ന് പ്രസിഡന്റ് പറയേണ്ടി വരും. അങ്ങനെ വൃദ്ധസദന ഏതാണ്, മാലിന്യ പ്ലാന്റ് ഏതാണെന്ന് തിരിച്ചറിയാത്ത രീതിയിൽ 2 ഒന്നിച്ച് ദുരിതം അനുഭവിക്കുകയാണ് വൃദ്ധന്മാരടക്കം. ഇനി ഒരു വീടുണ്ടാക്കി വെച്ചിട്ടുണ്ട്, പകൽ വീട്. ഇവിടെ സഞ്ചരിക്കുന്നവർക്കുള്ള താമസിക്കാൻ. അവിടെ ഒരു കുറ്റവാളി, ലോകത്തിലെ ഏറ്റവും ഒരു ക്രിമിനലായ ഒരു കുറ്റവാളിനെ ആ വീട്ടിൽ കൊണ്ടുവച്ചാൽ അവൻ രക്ഷപ്പെട്ടു പോവുകയാണ്. കാരണം അത്രയും ദയനീയമായ പരിസ്ഥിതിയിലാണ് അവിടെ ആ വീടുണ്ടാക്കി വെച്ചത്. അപ്പോൾ ആ വീട് തന്നെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീട് സ്വയം വിശ്രമിച്ചുകൊണ്ടിരിക്കുക. അവിടെ ആരും വരാറില്ല, വരാൻ പറ്റിയ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടില്ല, പ്ലാനിങ് ഇല്ല. ആസൂത്രണത്തിൻ്റെ എല്ലാ അഭാവങ്ങളും എല്ലാ മേഖലയിലുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. പിന്നെ പെൻഷൻ്റെ കാര്യം പറഞ്ഞില്ല. പെൻഷൻ എല്ലാവർക്കും ഔദാര്യമാണെന്ന് പറഞ്ഞൊരു ഗവൺമെൻറ് പെൻഷൻ അനുവദിക്കുന്നതിൽ പിന്നെ മാത്രമല്ല 5 മാസം പെൻഷൻ ബാക്കിയാൽ ഒരാൾ മരിച്ചു പോയാൽ ആ പെൻഷൻ സർക്കാർ കൊടുക്കില്ല ആളുകൾക്ക്. എങ്ങനെ കൊടുക്കാതിരിക്കാമെന്നുള്ള പ്ലാനിങ് ആണ് പെൻഷൻ്റെ കാര്യത്തിൽ സർക്കാരിനുള്ളത്. മാത്രമല്ല ഈ പ്ലാൻ നികുതി, അത് മരിച്ച ഒരാൾ 5 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു വീട്ടു നികുതി ബാക്കിയുണ്ടെങ്കിൽ ആ 5 കൊല്ലത്തെ നികുതി ജപ്തി ചെയ്യാൻ വകുപ്പുണ്ട്. അതേസമയത്ത് പെൻഷൻ കൊടുക്കൂല. പഞ്ചായത്ത് വിശദീകരിക്കണം അതിൻ്റെ മാനദണ്ഡം എന്താണെന്ന്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ അവതരിപ്പിച്ച ഭരണ നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളാണ് UDFൻ്റെയും BJPയുടെയും പ്രതിനിധി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ മറ്റൊരു വശം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് പറയാനുണ്ടാവും. നമുക്ക് മാഡത്തിൻ്റെ വാക്കുകളിലേക്ക് ചെവിയോർക്കാം. ഇപ്പോൾ രമേശ് ചേട്ടൻ പറഞ്ഞിട്ടുള്ള ഫണ്ട് വിനിയോഗത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞു. അത് രമേശ് ചേട്ടൻ ഏത് സൈറ്റിൽ നിന്നാണ് എടുത്തതെന്ന് എനിക്കറിയില്ല. കാരണം ഇങ്ങനെ
എന്താ പറയുക, ആ പറഞ്ഞ രീതി എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം സർക്കാർ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ നോക്കിയിട്ടാണ് ഫണ്ട് വിനിയോഗമായാലും എത്ര ശതമാനം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. അല്ലാണ്ട് ഇവിടുന്ന് LDF ഭരിക്കുന്ന പഞ്ചായത്ത് ആയതുകൊണ്ട് ഒരു പ്രത്യേക ആനുകൂല്യം ഇങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ആ ഒരു അവാർഡ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്, അങ്ങനെയാണോ സാധാരണ സർക്കാരുകൾ ചെയ്യുക എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിൻ്റെ വികസന ഫണ്ട് ചെലവിനത്തിൽ അതുപോലെ ആ ചെലവിനത്തിലാണ് നമ്മൾക്ക് കിട്ടിയിട്ട് ഈ ഒരു 1ാം സ്ഥാനവും അതേപോലെ സംസ്ഥാനത്ത് 8ാം സ്ഥാനവും കിട്ടിയിട്ടുള്ളത്. അത് രമേശ് ചേട്ടൻ എങ്ങനെ നേരെ തിരിച്ചു വന്നു ലാസ്റ്റിലേക്ക് 8ാം സ്ഥാനമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് രമേശ് ചേട്ടൻ ഒന്നുകൂടി വിശദീകരിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ ഫണ്ട് കത്ത് എന്ന് പറഞ്ഞ് വായിച്ചിട്ടുള്ളത് അത് എന്താണെന്നുള്ളത് രമേശ് ചേട്ടൻ തന്നെ ഒന്ന് മനസ്സിലാക്കി വായിക്കുന്നത് നന്നായിരിക്കും എന്നാണ് പറയാനുള്ളത്. പിന്നെ ഉള്ളത് നമ്മളെ അതിദരിദ്രർ, ഇവിടെ 2 പേരും പറഞ്ഞിട്ടുള്ള അതിദരിദ്രർ. നമുക്കറിയാം അതിദരിദ്രർ എന്ന് പറയുമ്പോൾ വീടില്ലാത്തവരും അതുപോലെ ഭക്ഷണം കഴിക്കാനില്ലാത്ത എല്ലാവരെയും അതിദരിദ്രർ പട്ടികയിലല്ല പെടുത്തുന്നത്. അത് വീട്ടിൽ ആരെങ്കിലും പണിക്ക് പോകാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട് വെക്കാൻ സ്ഥലമുണ്ടെങ്കിൽ വീട് വെക്കാൻ എന്തെങ്കിലും പ്രയാസമുള്ളവരെ മാത്രമാണ്. അതിനൊരു മാനദണ്ഡം സർക്കാർ തന്നിട്ടുണ്ട്. ആ മാനദണ്ഡത്തിനനുസരിച്ചാണ് നമ്മുടെ പഞ്ചായത്തിലെ അതിദരിദ്രരെ കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് എല്ലാ പഞ്ചായത്തും കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ നമ്മുടെ പഞ്ചായത്തിൽ 3 പേർക്ക് വീട് നൽകുകയും 5 പേർക്ക് വീട് റിപ്പയർ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മരുന്നും ഭക്ഷണവും. ഇപ്പം നമുക്ക് 8 പേരാണ് നമ്മുടെ ലിസ്റ്റിലുള്ളത്. അതിൽ 4 പേര് മരിച്ചു പോയിട്ടുണ്ട്, ഒരാൾ വിവാഹം കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ മാധവേട്ടൻ പറഞ്ഞിട്ടുള്ള ഏതോ ലക്ഷ്മി അമ്മേൻ്റെ വീടൊക്കെ പറഞ്ഞു. അതൊന്നും പഞ്ചായത്തിൻ്റെ വീടിൻ്റെ എണ്ണത്തിലല്ല കൂട്ടിയില്ല. പഞ്ചായത്തിൽ നിന്ന് കൊടുത്ത വീടിൻ്റെ എണ്ണം മാത്രമാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. അതേപോലെ സ്വയം തൊഴിൽ ബോച്ചെ കൊടുത്ത സംരംഭമൊന്നുമല്ല ചെങ്ങോട്ടാവ് പഞ്ചായത്തിൻ്റെ സംരംഭത്തിൽ കൂട്ടിയിട്ടുള്ളത്. അതൊക്കെ ബോച്ചെ കൊടുത്തതൊക്കെ അത് അവരുടെ എന്താ പറയുക വ്യക്തിപരമായ കാര്യമാണ്. അത് പഞ്ചായത്തിൻ്റെ രീതിയിൽ കൂട്ടേണ്ട ആവശ്യവും ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിനില്ല. അതേപോലെ ഇപ്പം MB ഫണ്ടിൽ അലസത കാണിച്ചു എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സാധാരണ പഞ്ചായത്തിൽ ഒരു MB ഫണ്ടിൻ്റെ ഓർഡർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആസ്തിയും അതുപോലെ ആസ്തി എടുത്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അത് എന്തായാലും 2 റോഡിനും 2 റോഡല്ല 4 റോഡുകൾക്ക് ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്. അതിലൊരു അലസതയും ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് കാണിച്ചിട്ടില്ല. അതേപോലെ നമ്മുടെ FHCയുടെ കാര്യം പറഞ്ഞു. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചാണ് FHC പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. എങ്കിൽ ചെങ്ങോട്ടുകാവ് പഞ്ചായത്ത് FHCക്ക് എന്തിന് ഫണ്ട് വെക്കണം? കേന്ദ്ര ഫണ്ട് മാത്രം ഉപയോഗിച്ച് പ്രവർത്തിച്ചാൽ പോരെ? MLA ഫണ്ട് വെച്ചിട്ടാണ് നമ്മുടെ ആ കെട്ടിടം പോലും അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. കേന്ദ്രം തരുന്ന ഫണ്ട് ഇന്ന കാര്യത്തിന് എന്നുണ്ട്, അതിന് FHCയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ലാബിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനും അതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ FHC നമ്മുടെ വികസന ഫണ്ടും ഓൺ ഫണ്ടും ഉപയോഗിച്ചിട്ടാണ് അവിടെ ഒരു ഡോക്ടറും നേഴ്സുണ്ടായിരുന്നു. അത് പിന്നെ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് നേഴ്സിനെ നമ്മൾ ഒഴിവാക്കിയതാണ്. പിന്നെ ഇപ്പോൾ ഒരു ലാബ് അസിസ്റ്റൻറ്റും ഫാർമസിസ്റ്റും അവിടെ തുടരുന്നത്. ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ഓൺ ഫണ്ടും വികസന ഫണ്ടും ഉപയോഗിച്ച് തന്നെയാണ് അവിടെ നടക്കുന്നത്. അതുപോലെ മരുന്ന് വാങ്ങാനുള്ള ഫണ്ട്, പാലിയേറ്റീവ് പ്രവർത്തനത്തിനുള്ള ഫണ്ട് ഒക്കെ പഞ്ചായത്ത് എത്ര ശതമാനം വെക്കണം അല്ലെങ്കിൽ അവിടെ എത്ര ഫണ്ട് ആവശ്യമുണ്ടോ ആ ഫണ്ട് അവർ പറയുന്നതിനനുസരിച്ച് മരുന്നിന് ഇത്ര ഫണ്ട് വേണമെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്ക് ആ ഫണ്ട് തന്നെ നമ്മൾ വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വലിയൊരു പ്രയാസമൊന്നുമില്ലാതെ തന്നെയാണ് FHCയുടെ പ്രവർത്തനം നടന്നു പോകുന്നത്. പിന്നെ കളിസ്ഥലവുമായി ബന്ധപ്പെട്ട് രമേശ് ചേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യം, അതിനൊരു ദീർഘമായ സമയം അത് വിശദീകരിക്കാൻ തന്നെ ആവശ്യമുണ്ടാവും. അപ്പം നമ്മൾ ഒരു ഉത്തരവ് നമ്പർ 1/2022/S ആൻഡ് YA തീയതി 12/7/2022 അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 2023-24 വാർഷിക പദ്ധതിയിൽ ഈ ഒരു കളിസ്ഥലത്തിന് വേണ്ടി ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ കളിസ്ഥലത്തിന് വേണ്ടി ഫണ്ട് വകയിരുത്തിയ സമയത്ത് ഈ ഭരണസമിതിയിലുള്ള 17 മെമ്പർമാരും ഒത്തൊരുമിച്ചാണ് അതിന് തീരുമാനമെടുത്തിട്ടുള്ളത്. അവസാനം നമ്മുടെ എല്ലാ കാര്യങ്ങളും ശരിയായി വന്നപ്പോൾ ഇപ്പോൾ അത് വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല. നമ്മുടെ അരുണ ജ്വല്ലറിയിലെ ബാലകൃഷ്ണൻ എന്നവരുടെ പേരിലുള്ള KK കിടാവ് സ്കൂളിന് ഹൈസ്കൂളാവും എന്ന് അവർ പ്രതീക്ഷിച്ച സമയത്ത് കളിസ്ഥലമാക്കാൻ വേണ്ടി വാങ്ങിവെച്ചിട്ടുള്ള 1 ഏക്കർ 16 സെൻറ്റ് സ്ഥലമാണ് ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി. നമ്മൾ പൊൽക്കാവ് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ട് പോലും നമ്മൾ ആലോചിക്കുകയുണ്ടായി ആ സമയത്ത് ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിന് എടുക്കാൻ സാധിക്കുമോ എന്നുള്ളത്. അതുപോലെ നമ്മുടെ ചെങ്ങോട്ടുകാവിൻ്റെ ടൗൺ ഭാഗത്ത്, ഈ ഭാഗത്ത് മേലൂർ ഭാഗത്തൊക്കെ നമ്മൾ
അന്ന് ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കളിസ്ഥലം എന്നത് യാഥാർത്ഥ്യമാക്കുക എന്നതുകൊണ്ട് തന്നെ ചേലിയ ആ ഒരു കളിസ്ഥലം അവർ തരാൻ തയ്യാറാണ് എന്ന് ഇങ്ങോട്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ കളിസ്ഥലം വാങ്ങാൻ വേണ്ടി ആലോചിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു വിദഗ്ധ സമിതി അവിടെ പരിശോധിക്കുകയും കളിസ്ഥലമാക്കാൻ പറ്റിയ സ്ഥലമാണ് എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണസമിതിയിൽ വെക്കുകയും ആ സ്ഥലം വാങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഒരു സ്ഥലം പഞ്ചായത്തിന് വേണ്ടി വാങ്ങുക എന്നത് വളരെയേറെ പ്രയാസം എന്നല്ല, വളരെയേറെ കാലതാമസം എടുത്ത് കിട്ടുന്ന ഒരു സാധനം. നമ്മളൊരു വ്യക്തി സ്ഥലം വാങ്ങുന്നത് പോലെയല്ല പഞ്ചായത്ത് വാങ്ങുന്നത്. ആദ്യം അതിൻ്റെ വാല്യുവേഷൻ തീരുമാനിക്കണം, പിന്നെ സ്കെച്ച്, അടങ്കൽ, പിന്നെ അനുയോജ്യത സാക്ഷ്യപത്രം, നിയമോപദേശം, അങ്ങനെ കുറേ പേപ്പറുകൾ ഇതിനു വേണ്ടി ശരിയാക്കാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് സമയം പിടിച്ചു. അങ്ങനെ 2023-24 വർഷം നമുക്കത് വാങ്ങാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയാണ് 2024-25 ഈ ഒരു ഫണ്ട് വീണ്ടും വകയിരുത്തി നമുക്ക് കളിസ്ഥലം വാങ്ങാൻ വേണ്ടി നമ്മുടെ പദ്ധതി വരെ അംഗീകരിച്ച് കിട്ടിയുള്ളൂ. ഭരണസമിതിയിലാണ് നമ്മുടെ പദ്ധതി അംഗീകരിച്ച് പിന്നീടാണ് നമ്മൾ DPCക്ക് അയക്കുന്നത്. അങ്ങനെ അയച്ച് നമുക്ക് DPC അംഗീകാരം തന്നിട്ടുള്ള ഒരു പദ്ധതി കളിസ്ഥലം വാങ്ങുന്നതിന് അനുയോജ്യതാ സാക്ഷ്യപത്രത്തിന് വേണ്ടി കൊടുത്ത സമയത്താണ് അതിൽ ബാലകൃഷ്ണൻ മുതൽപേർ എന്നാണ് എന്നതുകൊണ്ട് തന്നെ ആ മുതൽപേർ ആരാണ് എന്ന് അവരുടെ കൂടി സമ്മതപത്രം വേണം എന്നും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഭരണസമിതിയിൽ ഈ പേര് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി കൊടുത്ത സമയത്താണ് നമുക്ക് റോഡുകൾ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിൽ കളിസ്ഥലം വാങ്ങേണ്ട എന്ന് UDFും BJPയും തീരുമാനിക്കുകയും വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അല്ലാതെ കളിസ്ഥലം വാങ്ങുന്നതിന് എന്ത് നടപടിയാണോ സ്വീകരിക്കേണ്ടത് ആ നടപടി സ്വീകരിച്ചു തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. അതേപോലെ പറയുന്നു ഇത് ഒരു അനുയോജ്യമായ സ്ഥലമല്ല എന്ന് പറയുന്നു. പക്ഷേ ഇത് ജില്ലാ പഞ്ചായത്തിലെ ആളുകൾ വന്ന് ഇതിൻ്റെ അനുയോജ്യതാ സാക്ഷ്യപത്രം തരേണ്ട അവർ വന്ന് ഇവിടെ പരിശോധിച്ചിട്ടാണ് ഇത് വാങ്ങാൻ കളിക്കാൻ സൗകര്യമുള്ള സ്ഥലമാണ്, ഒരു ചെറിയ സ്റ്റേഡിയം ആക്കാൻ പറ്റിയ സ്ഥലമാണ് എന്ന് പറഞ്ഞ് ആ ഒരു സാക്ഷ്യപത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കളിസ്ഥലം വാങ്ങിയിട്ടുള്ളത്. അന്ന് 60,000 രൂപയ്ക്ക് തൊട്ടടുത്ത സ്ഥലം വിറ്റ സമയത്ത് 45,000 രൂപ, ആദ്യം 50,000 പറയുകയും പിന്നെ 45,000 രൂപ പറയുകയും ചെയ്ത് അങ്ങനെ പിന്നീട് ഒരിക്കൽ കൂടി അവരുടെ അടുത്ത് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെൻറ്റിന് 43,000 രൂപയ്ക്ക് 110 സെൻറ്റ്, അതാ 116 എന്നുള്ളത് അളന്ന് വന്ന സമയത്ത് വന്നിട്ടുള്ള മാറ്റത്തിൽ 110 സെൻറ്റ് ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിന് കളിസ്ഥലമായി വാങ്ങാൻ സാധിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നു. UDFിൻ്റെയും BJPയുടെയും അംഗങ്ങൾ ഉയർത്തിയ പ്രശ്നങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറുപടി പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ വീണ്ടും ശ്രീ രമേശനിലേക്ക് പോവുകയാണ്. മിസ്റ്റർ രമേശൻ, ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിൽ ചേലിയ സൗത്ത് വാർഡ് സംസ്ഥാന കോൺക്ലേവിൽ ശുചിത്വത്തിൻ്റെ വലിയ അംഗീകാരം നേടിയതായിട്ട് പത്രദ്വാര മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വാർഡ് മെമ്പർ താങ്കളുടെ കോൺഗ്രസ് പാർട്ടിയിലെ അംഗമാണ്, താങ്കളുടെ പാർട്ടിയിലെ അംഗമാണ്. ആരോഗ്യ ശുചിത്വ ചെയർമാൻ UDFിൻ്റെ ആളാണ്. അപ്പോൾ ഇതെല്ലാം നേട്ടങ്ങളല്ലേ? ഇത്തരം നേട്ടങ്ങൾ കൂടി ചേർന്നതല്ലേ കഴിഞ്ഞ താങ്കൾ കൂടി ഭരണസമിതിക്ക് നേതൃത്വം കൊടുത്ത ഭരണത്തിൻ്റെ കാര്യങ്ങൾ? അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മറുപടി പറയണമെന്ന് മിസ്റ്റർ രമേശനോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു ഭരണസമിതിയുടെ വിജയവും പരാജയവും വിലയിരുത്തുന്നത് കാഴ്ചപ്പാടിലൂടെ മാത്രമല്ല, സർക്കാരിന് ഇതിനൊരു ഏജൻസിയൊക്കെ ഉണ്ട്. ഏജൻസിയുടെ അന്വേഷണത്തിൻ്റെയും കൂടി ഫലമായിട്ടാണ്. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ CAG ഓഡിറ്റിനെ പറ്റി കണ്ടിട്ടുള്ള ന്യൂനതകളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്കൊക്കെ കടന്നിട്ടാണ് പോയത്. അതുപോലെയാണ് സംസ്ഥാന സർക്കാർ ഇതൊക്കെ തന്നെ വിലയിരുത്താനും കണക്ക് പരിശോധിക്കാനും വേണ്ടി കേരളത്തിൽ ഒരു ഓഡിറ്റ് വിഭാഗത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ഓഡിറ്റിൻ്റെ റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതായത് ഈ 24-25 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടുന്നേ ഉള്ളൂ. അതിന് മുമ്പുള്ള 2 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ കാര്യങ്ങൾ പറയുന്നത്. അതിൽ 22-23 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്, ഓഡിറ്റ് റിപ്പോർട്ട് എൻ്റെ കൈവശമുണ്ട്, ആർക്കെങ്കിലും നോക്കണമെങ്കിൽ ഇപ്പോൾ അവിടെ തരുന്നതാണ്. 199 പ്രൊജക്റ്റുകളിലായി 13,18,78,138 രൂപ ചെലവ് ചെയ്യേണ്ട സ്ഥാനത്ത്
13 ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാരും കൂടി ചെയ്തത് 5,67,39,260 രൂപയാണ്. ഇത് ഈ വർഷം നടപ്പാക്കേണ്ട പദ്ധതിയുടെ 42.87% മാത്രമാണ്, പകുതി പോലും ആയിട്ടില്ല. അതാണ് ആ വർഷം നടന്നിട്ടുള്ളത്. അതിൽ ഓഡിറ്റിൽ ഒരു പ്രത്യേക പരാമർശവും പറയുന്നുണ്ട്. തൻവർഷം പദ്ധതി ചെലവുകൾക്കായി ലഭിച്ച വികസന ഫണ്ട്, ജനറൽ, SCP, അത് പിന്നെ ഈ റോഡ് മെയിൻ്റനൻസ്, നോൺ റോഡ് മെയിൻ്റനൻസ് ഇവയിൽ എന്നീ ഫണ്ടിനത്തിൽ 4,02,24,550 രൂപയിൽ 67,73,372 രൂപ സമയബന്ധിതമായി നടപ്പാക്കാത്തതിൻ്റെ പേരിൽ പഞ്ചായത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതായത് 67,73,000 രൂപ പഞ്ചായത്തിന് ആ വർഷം നഷ്ടപ്പെട്ടിരിക്കുന്നു. 42% ചിലവാക്കിയത്, കിട്ടിയ ഫണ്ടിൽ 67 ലക്ഷം രൂപ ചിലവാക്കിയിരിക്കുന്നു. അതിൽ പിന്നെ പറയുന്നുണ്ട്, സമയബന്ധിതമായ ആസൂത്രണത്തിൻ്റെയും മോണിറ്ററിംഗിൻ്റെ അഭാവത്തിൽ ഗ്രാമപഞ്ചായത്ത് നഷ്ടപ്പെട്ടു. തുടർ വർഷങ്ങളിൽ സർക്കാരിൽ നിന്ന് കിട്ടുന്ന പണം സർക്കാർ മാനദണ്ഡപ്രകാരം പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പൂർണ്ണമായി ഉപയോഗിക്കുന്നു എന്ന് ഭരണസമിതി പരിശോധിക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞത്. അതാണ് 22-23 ഓഡിറ്റ് റിപ്പോർട്ട് പറഞ്ഞ 42% ചിലവാക്കിയത്. ഇനി അടുത്ത വർഷം നോക്കാം, അതും ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളതാണ്. എന്താ പറയുക, 23-24 233 പ്രൊജക്റ്റ് കേട്ട എണ്ണം കേട്ട ഇത്രയും പ്രൊജക്റ്റ് ഉണ്ടോന്ന്. അത് കഴിഞ്ഞ വർഷം സ്പിൽ ഓവർ ആയത് ഉൾപ്പെടെയാണ് 233 പറഞ്ഞത്. 233 പ്രൊജക്റ്റുകൾ ആസൂത്രണം ചെയ്തതിൽ 143 എണ്ണം മാത്രമാണ് നടപ്പാക്കിയത്. അതായത് ചെറിയ ചെറിയ പ്രൊജക്റ്റുകളാണ് നടപ്പാക്കിയത്. 19.48 കോടി രൂപ വകയിരുത്തിയതിൽ 19.48 കോടി രൂപ വകയിരുത്തിയതിൽ 5.2 കോടി രൂപ മാത്രമാണ് വിനിയോഗിച്ചത്. ഇത് പദ്ധതി വിഹിതത്തിൻ്റെ 27%. അപ്പം അതിന് തൊട്ട് മുമ്പത്തെ വർഷം 42, ഈ വർഷത്തെ 27% കൂട്ടി അത്ര 70% ആയത് 2 കൊല്ലം കൊണ്ട്. അതായത് ഒരു പദ്ധതി വിഹിതം നമ്മൾക്ക് നടപ്പാക്കണമെങ്കിൽ 3 വർഷം വേണമെന്ന് അർത്ഥം. ഇതാണ് അതിൽ ഓഡിറ്റ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ആ വർഷം വികസന ഫണ്ട് ഇനത്തിൽ ജനറൽ ഫണ്ട്, SC ഫണ്ട്, റോഡ് മെയിൻ്റനൻസ് ഫണ്ട്, നോൺ റോഡ് മെയിൻ്റനൻസ് ഫണ്ട് എന്നീ ഇനത്തിൽ 4,47,51,350 രൂപ ലഭിച്ചതിൽ 2,67,90,90 രൂപ മാത്രമാണ് വിനിയോഗിച്ചത്. ചെലവഴിക്കാതെ പോയ 1,80,42,253 രൂപ ലാപ്സായി. MG റോഡ് ഇനത്തിൽ 97.35 ലക്ഷം രൂപ മുൻകൂട്ടി ലഭിച്ചിട്ടും ചെലവഴിക്കാത്തത് ഒരു പോരായ്മയാണ്. ഇത് ഓഡിറ്റ് പറഞ്ഞതാ, ഞാൻ പറഞ്ഞ രമേശൻ പറഞ്ഞതല്ല, അല്ലെങ്കിൽ പിന്നെ UDFൻ്റെ മെമ്പർമാർ പറഞ്ഞതല്ല, കേരള സർക്കാരിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിലെ പരാമർശ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ 27% ചെലവഴിച്ച വർഷമാണ് സ്റ്റേറ്റിൽ 8ാം സ്ഥാനത്തും കോഴിക്കോട് ജില്ലയിൽ 1ാം സ്ഥാനത്തും എന്ന് പറഞ്ഞത്. ആ വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള ഭരണസമിതി യോഗത്തിലാണ് സെക്രട്ടറി എഴുതിയതാണെങ്കിലും ഇതിൽ ചോട്ടിൽ ഒപ്പിട്ടിരിക്കുന്നത് MK ഷീബ എന്ന് പറഞ്ഞ പഞ്ചായത്ത് മെമ്പർ തന്നെയാണ്. അതിലാണ് ഞാൻ നേരത്തെ വായിച്ചത്. പിന്നെ ഇത് ഇങ്ങനെ വന്നത് കുറ്റപ്പെടുത്തിയ ട്രഷറിക്ക് എന്താ ചെങ്ങോട്ട് പഞ്ചായത്തോട് വെറുപ്പ്? ട്രഷറിൻ്റെ അലഭാവം കൊണ്ട് സംഭവിച്ചു എന്നിട്ട് ഇത് പറഞ്ഞിരിക്കുന്നു. സ്റ്റേറ്റ് ഫണ്ടുകൾ പെൻഡിങ് ആയാണ് കാണുന്നത്. ബില്ലുകൾ പാസ്സാക്കുന്നത് എത്രമാത്രം പക്ഷപാതമായി ട്രഷറി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് 8ാം സ്ഥാനത്താണ് ചെങ്ങോട്ടുകാവ് പഞ്ചായത്ത് ഉള്ളത്. 8ാം സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ പിന്നിൽ 8ാം സ്ഥാനത്തല്ല. ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. അതായത് ചെലവഴിക്കാതെ പോയതിൽ 8ാം സ്ഥാനത്ത് പറഞ്ഞാൽ പിന്നിൽ 8ാം സ്ഥാനത്താണ് ഞാൻ പഠിച്ചത്. അപ്പം 941 പഞ്ചായത്തിൽ 938ാം സ്ഥാനത്താണ് ചെങ്ങോട്ടുകാവ് പഞ്ചായത്ത് ഉള്ളതെന്ന് അർത്ഥം. ഇതാണ് പിന്നെ സ്റ്റേറ്റിൽ 8ാം സ്ഥാനവും ജില്ലയിൽ 1ാം സ്ഥാനം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ഞാൻ അടിച്ചതല്ല, ഇത് പഞ്ചായത്ത് അടിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും എടുത്തു നോക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു പറ്റിക്കുക എന്നുള്ളതാണ്. അത് സംസ്ഥാന സർക്കാരിൻ്റെ ആയാലും പഞ്ചായത്തിൻ്റെ ആയാലും മുഖമുദ്ര അതാണ്, ജനങ്ങളെ പറ്റിക്കുക. അതാണ് ഇതിലുള്ളത്. ജനങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത് 5 കൊല്ലം UDF ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ റോഡുകളും ഏതെന്ന് പറയാൻ പറ്റില്ല. അതിൽ എളാട്ടയിലുള്ള ഒരു PWD റോഡ്, അങ്ങനെ 1-2 റോഡ് വെച്ച് ബാക്കി എല്ലാ റോഡുകളും കൊളാക്കിയിട്ടുണ്ട്. UDF ഭരണകാലത്ത് വർഷാവർഷം ഓരോ റോഡ് ഒരു വാർഡിലേക്ക് കൊടുക്കാറുണ്ട്, 1-2 റോഡ്. ഈ ബോർഡ് വന്ന ശേഷം റോഡുകൾ കൊടുത്തിട്ടില്ല. ഇനി CFC ഫണ്ട് കിട്ടിയാൽ ഒരു 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അത് 17 വാർഡിലേക്ക് വീതം വെക്കാൻ പറ്റാത്തതുകൊണ്ട് 2-3 വാർഡിന് ഒരു വർഷം കൊടുക്കും, പിറ്റത്തെ വർഷം അടുത്ത വാർഡിന് കൊടുക്കും.
ഇങ്ങനെയാണ് ചിലവാക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നേരത്തെ തീരെ തൃപ്തനല്ല ഞാൻ ഇറങ്ങി പോകുമ്പോൾ എന്ന് പറയാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് ഫണ്ടിനെ കുറിച്ച് അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ മേഡം അവസാനം പറഞ്ഞ കളിസ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു, അത് UDF അംഗീകരിച്ചു. UDF കളിസ്ഥലത്തിന് എതിരല്ല, UDF കളിസ്ഥലം വേണമെന്ന് ആവശ്യപ്പെടുന്ന കൂട്ടത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നേരത്തെ 9-ാം വാർഡിനെക്കുറിച്ച് അവതാരകൻ പറഞ്ഞു, ഞങ്ങൾ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനത്തിൽ ഒരുപടി മുമ്പിലേ നിന്നിട്ടുള്ളൂ. ഞങ്ങൾ ഒരിക്കലും വികസന പ്രവർത്തനത്തിൽ പിന്നിൽ നിൽക്കുന്ന ആൾക്കാരല്ല. അത് അവിടുത്തെ ജീവനക്കാരോടോ മറ്റ് മെമ്പർമാരോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാത്രം പൊതുജനങ്ങൾ ഞങ്ങളെ നോക്കി കാണുന്നുണ്ടല്ലോ, അവർക്കറിയാമല്ലോ. ഞങ്ങൾ എല്ലാ വികസന പ്രവർത്തനത്തിലും ഒരു പടി മുമ്പേ നിന്നിട്ടുള്ളൂ, എല്ലാ കാലത്തും ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അവിടെ മജുവിൻ്റെ വാർഡിൽ കേരളത്തിൽ അറിയപ്പെട്ടിട്ടുണ്ട് 9-ാം വാർഡ്. അവിടെ ജനകീയ മുന്നേറ്റത്തോടു കൂടി സോമേട്ടനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ജനകീയ മുന്നേറ്റത്തോടു കൂടി അത് നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ മികവിനെയാണ്. എന്തിനും എൻ്റെ വാർഡിൽ ഒരു ബയോ പാർക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഓപ്പൺ സ്റ്റേജ്, ഒരു ഷട്ടിൽ ബാഡ്മിൻ്റൺ കോർട്ട്, ഒരു പൂന്തോട്ടം. ഇതിൽ 60,000 രൂപയുടെ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ടാക്കിയപ്പം 30,000 രൂപ നാട്ടുകാർ സംഭാവന എടുത്ത് തന്നിട്ടുണ്ട്. ബാക്കി 8 മാസത്തെ ഓണറേയും എൻ്റെ ഓണർ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഞങ്ങൾ ഭരിക്കുന്നത് ഞങ്ങളാണോ അല്ലയോ എന്നുള്ള നല്ല നോട്ടം, അല്ലെങ്കിൽ ഭരണത്തിൽ പ്രതിപക്ഷമുണ്ടോ ഭരണപക്ഷമുണ്ടോ എന്നുള്ള നല്ല നോട്ടം. ജനങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയണം. അതിനുവേണ്ടി ഞങ്ങൾ മെനക്കേട്ടിട്ടുണ്ട്. അപ്പോൾ പറയുന്നതൊന്നും ശരിയല്ല, തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കളിസ്ഥലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറയാനുള്ളത്, കളിസ്ഥലം വാങ്ങിയത് പ്രസിഡന്റ് തന്നെ പറഞ്ഞു അതിൻ്റെ ആവശ്യകത നമ്മളല്ലായിരുന്നു എന്ന്. പ്രസിഡന്റ് സംസാരത്തിൽ തന്നെ ഉണ്ടായി. KK ക്ലാസ് സ്കൂള് കൊയിലാണ്ടിയുള്ള ഒരു സ്വർണ്ണ വ്യാപാരി എടുത്തു, അതിന് കളിസ്ഥലം ഉണ്ടെങ്കിൽ പെർമിഷൻ കിട്ടുമെന്ന് പറഞ്ഞ് കളിസ്ഥലം വാങ്ങി. ഇതിനായിട്ട് ഒരു സ്ഥലം സർക്കാരിനെ കാണിക്കാൻ വേണ്ടി വാങ്ങി. കളിസ്ഥലമല്ല വാങ്ങിയത്, കുന്നിന് മുകളിൽ 3 തട്ടായ സ്ഥലമാണ്. അവർക്ക് പിന്നീട് സ്കൂളിൽ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാതെ വന്നപ്പോൾ സ്കൂൾ അവർ വിറ്റു. ഈ സ്ഥലം അവിടെ വെറുതെ കിടന്നു. ഇത് വിൽപ്പന നടത്തി കൊടുക്കേണ്ടത് ഇവരുടെ ആവശ്യമായി വന്നു, അതിനു വേണ്ടി എടുത്തു. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പം പിന്നെ 2.5 കോടി രൂപ നമുക്ക് കിട്ടിയ ഫണ്ട് വിനിയോഗിക്കാതെ നഷ്ടപ്പെടുത്തിയപ്പോൾ ഇത് വാങ്ങിയിരിക്കുന്നത് നമ്മുടെ നികുതി പണമാണ്, തനത് ഫണ്ട് ഉപയോഗിച്ചാണ് വാങ്ങിയിരിക്കുന്നത്. ഈ 2.5 കോടിയിൽ നിന്ന് എടുത്ത് വാങ്ങിയാൽ നമുക്ക് പരാതിയിലായിരുന്നു, കുറച്ച് നമുക്ക് അംഗീകരിക്കാമായിരുന്നു. ഇത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് തനത് ഫണ്ട് ഉപയോഗിച്ചാണ് വാങ്ങിയിരിക്കുന്നത്. അതിനെ ഞങ്ങൾ എടുക്കുന്നത്. മാത്രമല്ല ഭരണസമിതിയിൽ ഭൂരിപക്ഷമില്ല, തീരുമാനത്തിൽ ഭൂരിപക്ഷം വേണ്ടേ. മാത്രമല്ല ഒരു പഞ്ചായത്തിലേക്ക് എന്തെങ്കിലും ആസ്തികൾ വാങ്ങുമ്പോൾ അതിന് പാലിക്കേണ്ടതായ ചട്ടങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിലോ പത്രത്തിലൊക്കെ തന്നെ പരസ്യം കൊടുക്കണം. ആ പരസ്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊന്നും ചെയ്യാതെ അവസാന നിമിഷം തനത് ഫണ്ട് നികുതിയൊക്കെ ഇപ്പം നന്നാക്കി വർദ്ധിപ്പിച്ച്, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളൊക്കെ ഇരട്ടിയാക്കി നികുതിയൊക്കെ വർദ്ധിപ്പിച്ച്, ഈ പെർമിറ്റ് ഫീസും അതുപോലെ തന്നെ പിന്നെ മറ്റ് സേവന നികുതികളൊക്കെ തന്നെ ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ച് പൈസ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെടുത്ത് ചിലവാക്കുക. മാത്രമല്ല അത് ചിലവാക്കുന്നത് മാത്രമല്ല, അത് സംഭാവനകൾ കൊടുത്ത് ദൂർത്തടിച്ചിരിക്കുക. വിവിധ കാര്യങ്ങൾക്കാരും സംഭാവന കൊടുത്ത്, അതായത് വികസന സദസ്സ്, ക്ഷേമനിധി ബോർഡ്, കുടുംബശ്രീ തുടങ്ങിയ വിവിധ സംഘടനകൾക്ക് 50,000 മുതൽക്ക് 5 ലക്ഷം രൂപ വരെ നമ്മൾ നികുതി പണം എടുത്ത് ചിലവാക്കി സംഭാവന കൊടുക്കുകയാണ് ചെയ്തത്. ഇതിനൊക്കെ ഞങ്ങൾ വിയോജിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഞങ്ങൾ വിയോജനം പ്രയോഗപ്പെടുത്താറുണ്ട്. നല്ല കാര്യത്തിൽ പഞ്ചായത്തോടൊപ്പം നിൽക്കാറുണ്ട്. ഇത് കളിസ്ഥലത്തിനെതിരെ ഞാൻ ഓംബുഡ്സ്മാനിൽ പരാതിയായിട്ട് പോയിട്ടുണ്ട്. ആ കേസ് എടുത്തിട്ടുണ്ട്. അതിന് നമ്പറും വേണേൽ പറഞ്ഞുതരാം. അത് ഓംബുഡ്സ്മാനിൽ പരാതി A5/5216/2024 OBDL. ഈ നമ്പറിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് കേസ് എടുക്കാൻ വൈകുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും അതിലും ചില മാനദണ്ഡങ്ങൾ അവർക്കുണ്ടാവുമെന്ന് കരുതുന്നു. കാരണം ഇവരൊക്കെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ടാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ടാണ് എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമാണ്, ഒന്നും വസ്തുതാപരമല്ലാതെ അല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഞാൻ പറയുന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ സാധനം എൻ്റെ കയ്യിലുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് മിസ്റ്റർ രമേശൻ, താങ്കൾ പറഞ്ഞതിൽ വ്യക്തതയ്ക്ക് വേണ്ടി ഒരു കാര്യം ചോദിക്കുകയാണ്. നേട്ടങ്ങൾ വാർഡ് മെമ്പർ മികവാണെന്ന് താങ്കൾ പറയുന്നു. നേട്ടങ്ങളുണ്ടായപ്പോൾ കോട്ടങ്ങൾ ഭരണസമിതിയുടേതാണ് എന്ന് പറയുന്നു. അതിലൊരു വൈരുദ്ധ്യമല്ലേ? താങ്കൾ ഉൾപ്പെടെയുള്ള വാർഡ് മെമ്പർമാർക്ക് വാർഡുകളിൽ നന്നായി പ്രവർത്തിക്കാൻ, നേരത്തെ പറഞ്ഞ ചേലിയ സൗത്ത്, അവിടെയൊക്കെ നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്നത് മൊത്തം ഭരണസമിതിയുടെ നന്മയുടെ ഭാഗമായി കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ പറ്റാത്തത് എന്തുകൊണ്ട് എന്ന് വളരെ ചുരുക്കി. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അത് മോഡറേറ്റർക്ക് ഒരു തെറ്റായ ധാരണയാണ്. ഞാൻ നല്ലത് ഞങ്ങൾ ചെയ്തിട്ടും മറ്റവർ ചെയ്ത കുറ്റമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് വികസനത്തിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ എപ്പോഴും ഒരുപടി മുമ്പേ നിന്നിട്ടുള്ളൂ എന്നാണ്.
അതിന് ഉദാഹരണങ്ങളാണ് ഞങ്ങളെ 2 വാർഡുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ മറ്റു വാർഡുകൾ പരിശോധിച്ചാലും എല്ലാം മറ്റു വാർഡുകളേക്കാൾ മുൻപന്തിയിലാണെന്ന് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. പിന്നെ ജനകീയമായി ഞങ്ങൾ ഒക്കെ ഉണ്ടാക്കിയിട്ടില്ല എന്നും പറയുന്നില്ല. പഞ്ചായത്തിൻ്റെ കുറ്റങ്ങൾ ഞാൻ ചില ചൂണ്ടിക്കാണിച്ചു നോക്കാം. ഇവർ പിന്നെ പുകഴ്ത്തി കാണിക്കുന്നത് കൊണ്ട് അത് തെറ്റായ കാര്യങ്ങളാണ് ഇവർ പുകഴ്ത്തി കാണിക്കുന്നത്, ചൂണ്ടിക്കാണിക്കാൻ മാത്രമാണ് ഈ അവസരം ഉപയോഗിച്ചത്. അതേ സ്ഥാനത്ത് വികസന പ്രവർത്തനത്തിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ വാർഡിലൊക്കെയുള്ള വികസനങ്ങളിൽ ഞങ്ങൾ ഒട്ടും പിന്നോട്ടല്ല. ശുചിത്വത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ഈ പഞ്ചായത്തിലെ ശുചിത്വ സേനയുമായിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയുമായിട്ടോ ഒക്കെ തന്നെ ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ആൾ കൂടിയാണ് ഞാനും മജു ഒക്കെ തന്നെ. അതുകൊണ്ട് ഞങ്ങൾ ആരും തന്നെ അപ്പം ഷുക്കൂർ ആയിക്കോട്ടെ, മറ്റേ തസ്ലീന് വേണ്ടി തസ്ലീൻ ആയിക്കോട്ടെ, ഞങ്ങൾ UDF മെമ്പർമാരെല്ലാവരും അവരുടെ കൂടെ ഒപ്പത്തിനൊപ്പം നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. അതിലൊന്നും ഞങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടുമില്ല. പക്ഷേ പോരായ്മകൾ ഞങ്ങൾ ഇവിടെ കാണിക്കേണ്ടത് ഞങ്ങൾ ഉത്തരവാദിത്തമാണ്. പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ പ്രതിപക്ഷം ഇല്ലെങ്കിലും പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റുക മാത്രമാണ് ചെയ്തത്. താങ്ക് യു മിസ്റ്റർ രമേശൻ. ഇനി BJP അംഗത്തിലേക്ക് വന്നാൽ 2023-24 വർഷത്തിൽ അംഗനവാടി വർക്കർ, ഹെൽപ്പർ, ഇതിന് രണ്ടിനുള്ള അവാർഡ് ചെങ്ങോട്ടുകര പഞ്ചായത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിലുള്ള നേട്ടങ്ങൾ ചെങ്ങോട്ടുകര പഞ്ചായത്ത് ഉണ്ടാക്കുന്നില്ലേ? ഇപ്പോൾ ഭരണസമിതി മൊത്തത്തിൽ മോശമാണെന്ന് നമ്മൾ അടച്ച് ആക്ഷേപിക്കുന്നതിന് പകരം കുറച്ച് നേട്ടങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന് BJP കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും സ്വാഭാവികമായ വളർച്ച എല്ലാ മേഖലയിലും ഉണ്ടാകുമ്പം ചില മേഖലകളിലൊക്കെ ഉണ്ടാവും. അത് മൊത്തം പഞ്ചായത്തിൻ്റെ അതൊരു പ്രകൃതി നയമാണ്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ചില മേഖലകളിലൊക്കെ പൊതുവായി ഉണ്ടാവും. ഇപ്പോൾ കോവിഡ് വാക്സിൻ കൊടുത്തത് ലോകാടിസ്ഥാനത്തിലാണ്. അത് ഒരു വികസന പ്രവർത്തനമായിട്ട് ആരും എടുത്തു പറയാറില്ല. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുണ്ടായി, നമ്മൾ നേരത്തെ പറഞ്ഞ തൈക്കട്ടിത്താഴ ലക്ഷ്മിയുടെ വീട് അത് അതിദാരിദ്ര്യ മേഖലയിൽ പെടാത്തതാണെന്ന്. അങ്ങനെയൊരു ചോദ്യം ചോദിക്കുകയാണ്, ഈ വീടുകളൊക്കെ അതിദാരിദ്ര്യ മേഖലയിലല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഏത് വീടാണ് ഉൾപ്പെടുത്തിയത്? അത്രയധികം അതിദാരിദ്ര്യത്തിൽ അനുഭവിക്കുന്നൊരു കുടുംബം നിങ്ങൾ അവഗണിച്ചിട്ടുവെങ്കിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയ 12 കുടുംബങ്ങൾക്കപ്പുറത്ത് ഒരുപാട് കുടുംബങ്ങൾ ഈ നാട്ടിലുണ്ട് എന്ന് നിങ്ങൾ കാണാതെ പോയി. ഇപ്പോൾ നെല്ലുടിക്കുന്നതിനടുത്ത് നാട്ടുകാരാണ് ഒരു ചെറുപ്പക്കാരന് വീടുണ്ടാക്കി കൊടുത്തത്. അപ്പോൾ അതിദാരിദ്ര്യം പറഞ്ഞാൽ അതിദാരിദ്ര്യരാണ് അവർ. അതൊന്നും കാണാതെ അതിദാരിദ്ര്യം അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നത് അവസ്ഥ വളരെ ദയനീയമാണ്. പിന്നെ വികസനത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ 2 വാർഡുകളിൽ BJPക്ക് 2 വാർഡ് മെമ്പർമാരുണ്ട്. അവരുടെ സമ്മർദ്ദഫലമായിട്ട് നേരത്തെ പറഞ്ഞ MP ഫണ്ടിൽ നിന്ന് 5 ലക്ഷം വീതം 10 ലക്ഷം രൂപ വസൂലാക്കിക്കൊണ്ട് ഇടപെട്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് റോഡ് വികസനത്തിനായിട്ട് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ വാർഡിലും സാധ്യത ഉണ്ടായിരുന്നു. കാർഷിക മേഖലയിലാണെങ്കിൽ അപ്പാടെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം 2600 കോടി രൂപ ലോകബാങ്ക് കാർഷിക വികസനത്തിന് വേണ്ടി വായ്പ വാങ്ങിയ കേരള ഗവൺമെൻറ് മുഖമാറ്റി ചെലവാക്കിയതിൻ്റെ പേരിൽ 6.5 കോടി മാത്രം ആദ്യ ഫണ്ട് കെടുവാങ്ങിയത് മാത്രം പുറത്തിറങ്ങി. അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് ലോകബാങ്ക് ചോദിച്ചപ്പോഴാണ് കാർഷിക മേഖലയ്ക്ക് 2600 കോടി റുപ്യ ലോകബാങ്കിൽ നിന്ന് വാങ്ങിയതെന്ന് നാട്ടുകാരറിയുന്നത്. അത് വിവാദമായി. അപ്പോൾ അത്തരം ഫണ്ട് കേരളത്തിൽ ഓരോ പഞ്ചായത്തിനും ലഭിക്കുമായിരുന്നു. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിനെയും ബാധിച്ചിട്ടുണ്ട്. കൊണ്ടമള്ളി പോലുള്ള സ്ഥലങ്ങളിൽ 120 ഹെക്ടർ സ്ഥലം കാർഷിക യോഗ്യമായ ഭൂമിയുണ്ട്. അവിടെ തോട് നിർമ്മാണം നടന്നിട്ടില്ല. വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നമുണ്ട്. ജനകീയ കൂട്ടായ്മകളുടെ കൃഷി വികസനത്തിന് ഒരുപാട് സാധ്യതയുള്ള സ്ഥലമാണ്. അത് പഞ്ചായത്ത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. കീരന്തോട് പോലുള്ള തോടുകൾ നന്നാക്കിയിട്ടില്ല. അതുകൊണ്ട് 20 ഹെക്ടർ സ്ഥലത്ത് മാത്രമാണ് അങ്ങനെ കാർഷിക മേഖലയിൽ പാപ്പരായിക്കൊണ്ടിരിക്കുന്ന പഞ്ചായത്താണ്. ഇനിയിപ്പോൾ പാറവയലിൽ കഴിഞ്ഞ് 25 കൊല്ലമായിട്ട് ഒരു തോട് നിർമ്മാണത്തിന് അക്വയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 25 കൊല്ലമായി ഇതുവരെ ആ തോട് വന്നിട്ടില്ല. അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് വെള്ളപ്പൊക്കം കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾ വെള്ളം കയറിയാൽ സ്കൂളിലേക്ക് മാറ്റി താമസിക്കേണ്ട ഗതികേടാണുള്ളത്. അതിന് പഞ്ചായത്തിൻ്റെ അനാസ്ഥയുടെ ഒരു കാരണമാണത്. മാത്രമല്ല ഓക്കി വന്ന പിരിവ്, വെള്ളപ്പൊക്കം വന്ന പിരിവ്, പ്രളയം വന്ന പിരിവ്. അപ്പോൾ പഞ്ചായത്തിന് വികസനത്തിന് പണം വേണമെങ്കിൽ പിരിവെടുക്കണം നാട്ടുകാരോട്. ഇപ്പോൾ ഡയാലിസിസ് സെൻ്ററിന് വേണ്ടി ചെങ്ങോട്ടുകാവ് പഞ്ചായത്ത് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ പിരിച്ചിട്ടുണ്ട്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് ഡയാലിസിസ് മിഷൻ കൂട്ടി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ പിരിവെടുത്തത്. പക്ഷെ അതിൻ്റെ കണക്ക് പഞ്ചായത്ത് തരാൻ നാട്ടുകാരോട് അവതരിപ്പിച്ചില്ല. മാത്രമല്ല ഡയാലിസിസ് സെൻ്റർ എന്തായി എന്ന് പഞ്ചായത്തിലിട്ട് അന്വേഷിച്ചിട്ടില്ല. കൊയിലാണ്ടി ആശുപത്രിയിൽ ഡയാലിസിസ് സെൻ്റർ വർദ്ധിച്ചിട്ടുമില്ല. നാട്ടുകാരുടെ പിരിവെടുത്തത് എന്തുപോയി എന്നറിയില്ല. ആരും അറിയില്ല എന്താ സംഭവം. ഇതാണ് പിരിവിൻ്റെ സ്ഥിതി. അപ്പം ഉദാഹരണമായിട്ട് പഞ്ചായത്ത് ഓഫീസിലൊരു പാർക്കിംഗ് സൗകര്യമില്ല. ഒരു മോട്ടോർ ബൈക്ക് വന്ന് അവിടെ നിർത്തിയാൽ പിന്നെ വേറെ വാഹനത്തൊന്നും പോകാത്ത അവസ്ഥ പഞ്ചായത്ത് ഓഫീസിന് മുമ്പ് തന്നെയുണ്ട്. തൊട്ടടുത്തൊരു സ്ഥലം, പഞ്ചായത്തിൻ്റെ തൊട്ട് തെക്ക് ഭാഗത്തുള്ളൊരു സ്ഥലം ഒരു സ്വകാര്യ വ്യക്തി വാങ്ങിയിരിക്കുകയാണത്. അത് പഞ്ചായത്ത് ഇടപെട്ട് വാങ്ങിയിരുന്നെങ്കിൽ
പഞ്ചായത്തിന് ആവശ്യമായ പാർക്കിംഗ് സ്ഥലം അവിടെ ഉണ്ടാകുമായിരുന്നു. അതിന് വികസനത്തിൻ്റെ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിട്ടും ഒരു സാധ്യതകൾ ഉപയോഗപ്പെടുത്താത്തൊരു പഞ്ചായത്താണ് ചെങ്ങോട്ടുകാവ് പഞ്ചായത്ത് എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. നമ്മൾ ഒന്നാം റൗണ്ട് പൂർത്തീകരിക്കണമെങ്കിൽ ഓഡിയൻസിലേക്ക് കൂടി പറയേണ്ടതുണ്ട്.